Hi dear students, welcome to Management Science. Management Science ന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗിൽ സിംപ്ലക്സ് മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ മാക്സിമൈസേഷൻ പ്രോബ്ലം പറഞ്ഞു, അതേപോലെ തന്നെ മിനിമൈസേഷൻ പ്രോബ്ലം ബിഗ് എം മെത്തേഡ് പ്രകാരം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ്ഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തുടങ്ങിയിട്ടുള്ള സിമ്പിൾസ് വരുന്ന കൺസ്ട്രൈൻസുകളിൽ എങ്ങനെയാണ് എല്ലാം മിക്സ്ഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബിഗ് എം മെത്തേഡിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിമൈസേഷൻ മെത്തേഡിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സ്ഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അത് മിനിമൈസേഷൻ ആണെങ്കിലും മാക്സിമൈസേഷൻ ആണെങ്കിലും നമ്മുടെ കൺസ്ട്രൈൻസുകളിൽ സിമ്പിൾസ് ലെസ് ദാനും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാനും അതേപോലെ തന്നെ ഈക്വൽ ടു ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അതൊരു സൊല്യൂഷൻ കാണേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇൻ മിക്സ്ഡ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കൺസ്ട്രൈൻസ് ആർ ഗ്രേറ്റർ than or equal to, less than or equal to, or equal to. അപ്പോൾ മിക്സ്ഡ് ടൈപ്പ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അവിടെ കൺസ്ട്രൈൻസ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവാം, അല്ലെങ്കിൽ ഈക്വൽ ടു, ഇങ്ങനെയൊക്കെ ആവാം. ഇൻ സച്ച് സിറ്റുവേഷൻ സ്ലാക്ക് വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ലെസ് ദാൻ കൺസ്ട്രൈൻസ്. നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രൈന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? സ്ലാക്ക് വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സർപ്ലസ് വേരിയബിൾസ് ആർ ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ഓഫ് കൺസ്ട്രൈൻസ്. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സർപ്ലസ് വേരിയബിളും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഓൺലി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇഫ് ദ കൺസ്ട്രൈൻസ് ആർ ഈക്വൽ ടു ടൈപ്പ്. ഈക്വൽ ടു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ സർപ്ലസോ സ്ലാക്ക് വേരിയബിളോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇനി വരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്താണ് ചേഞ്ച് വരുന്നത്? ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പോസിറ്റീവ് എം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് പോസിറ്റീവ് എം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് മൈനസ് എം ഇൻ ദ കേസ് ഓഫ് മാക്സിമൈസേഷൻ പ്രോബ്ലം. അത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ ഏതായിരിക്കും? മൈനസ് എം ആയിരിക്കും ആസ് ദ വാല്യൂ ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ മിക്സഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. മിനിമൈസ് z ഈക്വൽ ടു 30x1 പ്ലസ് 40x2, x2 greater than or equal to 100, x1 less than or equal to 200, x1 plus x2 equal to 250, x1 x2 greater than or equal to 0. So minimization ആണ് പ്രോബ്ലം. ദെൻ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രൈനിൽ, അതെ ഒന്നാമത്തെ കൺസ്ട്രൈനിൽ നമുക്ക് നൽകിയിട്ടുള്ള എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. രണ്ടാമത്തെ കൺസ്ട്രൈനിൽ നമ്മൾ നൽകിയിട്ടുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. മൂന്നാമത്തെ ഒരു കൺസ്ട്രൈന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. സോ നമ്മുടെ എല്ലാ സിമ്പിൾസും എന്ത് ചെയ്തിട്ടുണ്ട്? മിക്സഡ് ആയിട്ട് ാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ബിഗ് എം മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വരുന്നുണ്ട്. മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. എനിവേ മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിലും മാക്സിമൈസേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരും. സോ ഓട്ടോമാറ്റിക്കലി അത് ബിഗ് എം മെത്തേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ ഇനീക്വാലിറ്റീസിനെ നമുക്ക് ഇക്വാലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഇക്വാലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 അല്ലെ. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ x1 0 ആണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 0x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെ 1x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. ഇതാണ് ആക്ച്വലി ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷനിൽ x1 ഉണ്ട് അല്ലെ, 1x1 ആണ്. സോ അവിടെ x2 ഇല്ല. അപ്പോ 1x1 പ്ലസ് 0x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. ഇതാണ് ആക്ച്വലി ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ x1 പ്ലസ് x2 250, അതായത് 1x1 പ്ലസ് 1x2 ഈക്വൽ ടു 250. ഈ ഒരു രീതിയിലാണ് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഇനീക്വാലിറ്റിയിൽ നിന്നും ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലെ. അതായത് 0x1 പ്ലസ് 1x2
ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സർപ്ലസ് വേരിയബിൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണ്. സോ സർപ്ലസ് വേരിയബിളിനെ നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. -S1 അല്ലെ, -S1 ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആയതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ A1 ഈക്വൽ ടു 100. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതായത് 1x1 പ്ലസ് 0x2 ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സർപ്ലസ് വേരിയബിൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ സർപ്ലസ് വേരിയബിൾ S2. ഓക്കെ, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു 200. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x2 ഈക്വൽ ടു ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് A2 ആണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. കാരണം S1 അതെല്ലാം നമ്മൾ S1 S2 കൊടുത്തു. ദെൻ A2 ആണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 250 അല്ലെ, യെസ്. സോ ഈക്വൽ ടു 250. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രൈൻസുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. സോ x1 അതേപോലെ തന്നെ x2 S1 S2 ദെൻ A1 A2 അല്ലെ, A1 A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോൺ നെഗറ്റിവിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കണം അല്ലെ. മിനിമൈസ് z ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 30x1 പ്ലസ് 40x2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ലാക്ക് വേരിയബിൾ, സർപ്ലസ് വേരിയബിൾ, ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. സോ പ്ലസ് 0s1 പ്ലസ് 0s2. ദെൻ നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് m ആണ്, പോസിറ്റീവ് m ആണ് അല്ലെ. സോ MA1 പ്ലസ് MA2. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ നമ്മുടെ ഇക്വേഷൻസിനെല്ലാം ഇനീക്വാലിറ്റിയിൽ നിന്ന് ഇക്വാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സിംപ്ലക്സ് ടേബിൾ വരയ്ക്കലാണ്. സോ നമ്മുടെ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂസും അതേപോലെ തന്നെ ഇതിന്റെ റോയിലെ ഹെഡിങ്ങുകളും കോളത്തിന്റെ ഹെഡിങ്ങുകളും ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട്. സോ നമ്മുടെ ബേസിക് വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒബ്ജക്റ്റീവിൽ നോക്കിയാൽ മതി. x1 അതേപോലെ തന്നെ x2 ദെൻ S1 S2 ദെൻ A1 A2. ഇതാണ് നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു റോയിൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ അതിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതാൻ നമുക്ക് 30x1 40x2 then 0s1 0s2 then MA1 MA2 അല്ലെ. ഇതാണ് അതിന്റെ കോഎഫിഷ്യന്റുകളായിട്ട് വരുന്നത്. സോ ഒബ്ജക്റ്റീവിന്റെ കോഎഫിഷ്യൻസ് എഴുതി. ഇനി നമ്മൾ കോളത്തിൽ എഴുതുന്നു ബേസിക് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ 3 ഇക്വേഷൻ ആണുള്ളത്. നമുക്ക് 3 ഇക്വേഷന്റെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ 3 ഇക്വേഷൻസ് അല്ലെ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത് അല്ലെ. സോ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കിവിടെ A1 എഴുതാം. ഓക്കെ, കാരണം എന്താണ്, ഒന്നാമത്തെ ഇക്വേഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ടേബിളിൽ കാണിക്കേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1x1 പ്ലസ് 0x2 പ്ലസ് S2 ഈക്വൽ ടു 200. അവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ ഇക്വേഷൻ S2 ആയിട്ടാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്, A2 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്. സോ ആ ഒരു A2 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് ആർട്ടിഫിഷ്യൽ വേരിയബിളുകൾ മീൻസ് ബേസിക് വേരിയബിൾസ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇതിന് അതിന്റെ കോഎഫിഷ്യന്റുകൾ നോക്കുക. A1ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് m ആണ് അല്ലെ. സോ A1 S2 എന്ന് പറയുന്നത് 0 ആണ്, A2 എന്ന് പറയുന്നത് m ആണ്. ഓക്കെ, അതിന്റെ കോഎഫിഷ്യന്റുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൺസ്ട്രൈൻസുകളുടെ ആ ഒരു വാല്യൂസ് നമ്മളിവിടെ എടുത്തെഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 0x1 1x2 മൈനസ് S1. സോ അവിടെ 1s1 ആണ് വരുന്നത്. സോ നമ്മളിവിടെ -1 അല്ലെ, -s1 ആണ്. സോ -1 ആണ് വരിക. ദെൻ S2 എന്ന് പറയുന്നത് 0 ആണ്. ദെൻ A1 എന്ന് പറയുന്നത് അവിടെ 1 ആണ്. ദെൻ A2 അവിടെ ഇല്ല. സോ അവിടെ 0 ആണ് വരുന്നത്. ഓക്കെ, ദെൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് 100. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1x1 അല്ലെ, 1x1 0x2
ദെൻ പ്ലസ് S2 ആണ്. അവിടെ S1 ഇല്ല, സോ 0 ആണ് S1. ദെൻ S2 എന്ന് പറയുന്നത് 1 ആണ്, സോ മീൻസ് പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ 1 S2. ദെൻ അവിടെ A1 ഇല്ല, A2 ഇല്ല അല്ലെ, സോ 0 0. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 200 ആണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x1 പ്ലസ് x2 അല്ലെ, x1 എന്ന് പറയുന്നത് 1, x2 1. ദെൻ അവിടെ S1 ഇല്ല, S2 ഇല്ല, സോ 0 0. ദെൻ A1 ഇല്ല, 0, A2ലാണ് 1 വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ അതിന്റെ ഈക്വൽ ടു 250 ആണ്, സോ സൊല്യൂഷൻ 250. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ZJ വാല്യൂസ് കാണലാണ്. സോ ZJ വാല്യൂസ് കാണാം. സോ നമുക്കിവിടെ ZJ വാല്യൂസ് കാണാം. നമുക്കറിയാം ZJ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു വേരിയബിളിന്റെ എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ m ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് m ഇൻറ്റു 1. സോ ഇവിടെ എല്ലാം m ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, m ഇൻറ്റു 1 m അല്ലെ, അത് 1m ആണ് വരിക. സോ m ആണ് ഇവിടെ വരുന്നത്. ദെൻ m ഇൻറ്റു 1 1m, ദെൻ 0 ഇൻറ്റു 0 0 പ്ലസ് m ഇൻറ്റു 1, സോ വീണ്ടും 1m വരുന്നു. സോ ടോട്ടൽ 2m. then m into minus 1, so minus m. then ഇവിടെ എല്ലാം 0 ആണ് വരിക, so minus m. then m into 0 0, 0 into 1 0, m into 0 0, so 0. then m into 1 plus 0 into 0, m into 0 0, so m. then m into 0 0 0, then m into 1 m. സോ നമ്മുടെ ZJ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ CJ മൈനസ് ZJ കാണുകയാണ്. സോ CJ മൈനസ് ZJ. സോ CJ മൈനസ് ZJ കാണുന്നതിന് CJ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ടേബിളിൽ 30 മൈനസ് m അല്ലെ. സോ 30 മൈനസ് m, 40 മൈനസ് 2m, ദെൻ 0 മൈനസ് m, സോ പോസിറ്റീവ് m ആയിട്ട് മാറും. 0 മൈനസ് 0 0, m മൈനസ് m 0, m മൈനസ് m 0. സോ ഇതാണ് നമ്മുടെ CJ മൈനസ് ZJ എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് ആണ്. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ CJ മൈനസ് ZJs എല്ലാം എന്തായിരിക്കണം, ഓൾ CJ മൈനസ് ZJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ, എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിമാലിറ്റി ചെക്കിങ്ങിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഓൾ CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം ഓൾ CJ മൈനസ് ZJ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അതുകൊണ്ട് എല്ലാ CJയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമുക്ക് CJ മൈനസ് ZJയിൽ നോക്കാം നമ്മുടെ എല്ലാം ഇത്തരത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ വന്നിട്ടുള്ളത് എന്ന്. സോ നമ്മുടെ CJ മൈനസ് ZJ 30 മൈനസ് m, 40 മൈനസ് 2m, m 0 0 0 ഇതെല്ലാം ഓക്കെയാണ്. 0 വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു m വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 40 മൈനസ് 2m വന്നിട്ടുണ്ട് അല്ലെ, മൈനസ് 2m വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 30 മൈനസ് m വന്നിട്ടുണ്ട്. സോ അതെന്തായിരിക്കും, ഇത് രണ്ടും നെഗറ്റീവ് വാല്യൂസ് ആണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂസ് ആണെന്ന് പറയുന്നത്, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പെനാൽറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൈനസ് വാല്യൂ ആണ് ലഭിക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഇത് രണ്ടും എന്താണ്, മൈനസ് വാല്യൂസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഇതിനെ പിന്നെ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ടേബിൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കീ കോളം ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പോരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ കീ കോളം ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കീ കോളം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് CJ മൈനസ് ZJ ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ മൈനസ് m ഉണ്ട്, 30 മൈനസ് m ഉണ്ട്, 40 മൈനസ് 2m ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്, 40 മൈനസ് 2m ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഹയസ്റ്റ് വാല്യൂ കാണുന്നതെന്നുള്ളത്. എമ്മിന്റെ കോഎഫിഷ്യന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കോളമാണ് നമ്മുടെ എന്ത് പറയുന്നത്, കീ കോളം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കീ കോളം മാർക്ക് ചെയ്യാണ്.
ഇതാണ് നമ്മുടെ കീ കോളം എന്ന് പറയുന്നത് 40 - 2m വരുന്ന ഈ ഒരു x2 കോളമാണ്. അതായത് x2 ആണ് ഇവിടെ ഇൻകമിംഗ് വെക്ടർ എന്ന് പറയുന്നത്, ഇൻകമിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് x2 ആണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് റോയിലേക്ക് വരാൻ പോകുന്നത് എന്താണ്, x2 ആണ്. ഇനി അത് എങ്ങോട്ടാണ് വരുന്നത്, ഏത് റോയിലേക്കാണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ട്. സോ നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കറിയാം എന്ത് ചെയ്യാണ്, ഈ ഒരു കീ കോളത്തിലെ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ഫസ്റ്റ് റോയുടെ റേഷ്യോ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ കീ എലമെന്റ്, അതായത് 100 divided by 1. 100 divided by 1 equal to 100. Then 200 divided by 0. So അവിടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആൻസർ ലഭിക്കുന്നില്ല അല്ലെ. 200 divided by 0 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് 0 എഴുതാം, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുക അല്ലെ. Then next 250 divided by 1. 250 divided by 1. So അത് 250 ആണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു റോ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മൾ നെക്സ്റ്റ് റോ, അതായത് കീ റോ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. കീ റോ എന്ന് പറയുന്നത് നമുക്കറിയാം മിനിമം റേഷ്യോ വരുന്നതാണ് കീ റോ എന്ന് പറയുന്നത്. നമുക്കിവിടെ 100 ഉണ്ട്, 250 ഉണ്ട്. ഇവിടെ നമുക്ക് ആക്ച്വലി വാല്യൂ വരുന്നില്ല. 200 divided by 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം, അതിൽ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും, 100ഉം 250 ഉണ്ട്. അതിലേതാണ് 100 ആണ് ഏറ്റവും നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മുടെ കീ റോ എന്ന് പറയുന്ന ഇതാണ്, അപ്പോ A1 ആണ് അല്ലെ. ഇതാണ് നമ്മുടെ കീ റോ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റോ ആണ് നമ്മുടെ കീ റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ A1നെയാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യാൻ പോകുന്നത്. A1നെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം x2 ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ നെക്സ്റ്റ് ടേബിളിലേക്ക് പോകുന്നു, അതിൽ പുതിയ വാല്യൂസ് കാണുന്നു. ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ സിംപ്ലക്സ് ടേബിൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ ഐറ്ററേഷൻ 1 എന്ന് നൽകാം. സോ അതിന്റെ ഹെഡിങ്ങുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബേസിക് വേരിയബിൾസ് എഴുതണം, അതേപോലെ തന്നെ ബേസിക് വേരിയബിൾസ് ഇങ്ങോട്ട് എഴുതണം, അതിന്റെ കോഎഫിഷ്യന്റ് എഴുതണം, ഇവിടെയും കോഎഫിഷ്യന്റ് എഴുതണം, പുതിയ വാല്യൂസ് നമ്മൾ കണ്ടെത്തണം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ ബേസിക് വേരിയബിൾസും അതേപോലെ തന്നെ കോഎഫിഷ്യന്റും എഴുതാം. സോ ബേസിക് വേരിയബിൾസ് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ x1, അതേപോലെ തന്നെ x2, then S1, then S2. then ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് A1 ഉണ്ടായിരുന്നു, പക്ഷെ A1നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ A1 ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇവിടെ ബേസിക് വേരിയബിളിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സോ A2 മാത്രം നമ്മളിവിടെ കാണിച്ചാൽ മതി. ഓക്കെ, സോ A2. താഴേക്കുള്ള ബേസിക് വേരിയബിൾ നമുക്ക് ഒന്നാമതായിട്ടുള്ള x2 ആണ്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടുന്ന് A1നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ x2 ആണ് അതിന് പകരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് S2 ആണ് ഉണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് A2 ആണ് ഉണ്ടായിരുന്നത് അല്ലെ. പഴയ പോലെ തന്നെ ചെയ്യുന്നു. ഇതിന് അതിന്റെ കോഎഫിഷ്യന്റുകൾ എഴുതുന്നു. കോഎഫിഷ്യന്റുകൾ വരുന്നത് 30, 40, 0, 0, m. ഇതാണ് അതിന്റെ കോഎഫിഷ്യന്റുകൾ വരുന്നത്. സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ x2ന് 40 അല്ലെ, 40, then S2ന് 0, A2ന് m. സോ ഇതാണ് കോഎഫിഷ്യന്റുകൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പുതിയ വാല്യൂസ് കാണേണ്ടതുണ്ട്. പുതിയ വാല്യൂസ് കാണുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഏതാണ്, നമ്മുടെ കീ റോയുടെ പുതിയ വാല്യൂ ആണ്. കീ റോയുടെ പുതിയ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, കീ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അല്ലെ. സോ നമ്മൾ പഴയ വാല്യൂവിനെ കീ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാല്യൂസ് കിട്ടും. സോ നമുക്ക് പഴയ ടേബിളിൽ നോക്കാം. സോ ഇതാണ് നമ്മുടെ കീ റോ എന്ന് പറയുന്നത്. ഇതിന്റെ പുതിയ വാല്യൂസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ നമ്മുടെ കീ എലമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത് ഇതാണ് നമ്മുടെ കീ എലമെന്റ് എന്ന് പറയുന്നത്. സോ കീ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുതിയ വാല്യൂസ് കിട്ടും. സോ നമ്മളിവിടെ കീ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ കീ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഈ ഒരു കീ റോയിൽ വരുന്നില്ല അല്ലെ. 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 0/1 0 തന്നെ ആവും, 1/1 1 തന്നെ ആവും, -1/1 -1 തന്നെ ആവും. അതേപോലെ തന്നെ 0/1 0 ആവും, 1/1 0 ആവും. സോ നമുക്കിവിടെ A1 ഇല്ല, എനിവേ A2ല് 0/1 0 ആവും. അതുപോലെ തന്നെ സൊല്യൂഷനിൽ 100/1 100 ആവും. യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല, കാരണം നമ്മുടെ കീ എലമെന്റ് 1 ആയതുകൊണ്ട് യാതൊരു ചേഞ്ചും ഇല്ല. സെയിം വാല്യൂസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ആ വാല്യൂസ് അങ്ങനെ എടുത്തെഴുതുന്നു. സോ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, then -1, then 0, 0, 100. യാതൊരു മാറ്റമില്ല, കാരണം 1 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ S2, A2 ഈ രണ്ട് റോകള് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത അതേ ഇക്വേഷൻ ഉപയോഗിച്ചു. ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ വാല്യൂ ഡിവൈഡഡ് ബൈ കീ എലമെന്റ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്.
കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം ചെയ്ത പോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിനും വരുന്നത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് S2 അല്ലെ ഈ ഒരു റോയില് ഓൾഡ് വാല്യൂ ഏതാണെന്നുള്ളത് നോക്കാം. സോ S2 ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 0 ആണ്. സോ 0 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ 0 ആണ്. സോ 0 ഡിവൈഡഡ് ബൈ കീ എലമെന്റ് അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് ഓൾഡ് വാല്യൂ മാറിയിട്ട് നമ്മൾ പുതിയ വാല്യൂസ് കണ്ടെത്തുന്നത് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 0 ആണ് നമ്മുടെ ഓൾഡ് വാല്യൂ. 0 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 0 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ വാല്യൂ 1 ദെൻ ഡിവൈഡഡ് ബൈ കീ എലമെന്റ് 1. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് വാല്യൂ 0 0 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 0 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ മൈനസ് 1 ദെൻ ഡിവൈഡഡ് ബൈ കീ എലമെന്റ് 1. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 0 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ വാല്യൂ 0 ഡിവൈഡഡ് ബൈ കീ എലമെന്റ് 1. ഈ രീതിയിൽ നമ്മൾ ഈ ഒരു റോയിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു വാല്യൂവിന്റെ പുതിയ വാല്യൂ ഇവിടെയുള്ള പുതിയ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് ഓൾഡ് വാല്യൂ 1. സോ ഓൾഡ് വാല്യൂ മൈനസ് 1 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 1 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ദെൻ ഇൻറ്റു ഡിവൈഡഡ് ബൈ കീ എലമെന്റ് 1. അതേപോലെ തന്നെ ഇവിടെയുള്ള വാല്യൂ നോക്കുക. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് പറയാം. ദെൻ ഓൾഡ് വാല്യൂ 1 മൈനസ് കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ 1 ഇൻറ്റു കറസ്പോണ്ടിങ് കീ റോ വാല്യൂ 0 ദെൻ ഡിവൈഡഡ് ബൈ കീ എലമെന്റ് 1. ഈ രീതിയിൽ നമ്മൾ എല്ലാ കോളത്തിലെയും അല്ലെങ്കിൽ എല്ലാ സെല്ലുകളുടെയും പുതിയ വാല്യൂസ് നമ്മൾ കണ്ടെത്തുകയാണ്. അതിന്റെ കാൽക്കുലേഷൻ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ S2 റോയിലും അതേപോലെ തന്നെ A2 റോയിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ആൻസർ ആണ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ZJ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ZJ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 40 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് m ഇൻറ്റു 1. സോ ഇവിടെ വരിക m എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ZJ വരിക m ആണ്. കാരണം എന്താണ്? 40 ഇൻറ്റു 0 ആണല്ലോ അല്ലെ. സോ m ഇൻറ്റു 1 m. ദെൻ 40 ഇൻറ്റു 1 40. ഇവിടെ എല്ലാം 0 ആണ് വരിക. സോ 40. ദെൻ 40 ഇൻറ്റു മൈനസ് 1 മൈനസ് 40. ദെൻ m ഇൻറ്റു 1 m. സോ അവിടെ വരുന്നത് m മൈനസ് 40 ആണ്. m മൈനസ് 40. ഓക്കെ. ദെൻ 40 ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0 m ഇൻറ്റു 0 0. സോ ഇവിടെ 0 ആണ് വരുന്നത്. അതേപോലെ തന്നെ 40 ഇൻറ്റു 0 0 0 ഇൻറ്റു 0 0 m ഇൻറ്റു 1 m അല്ലെ. സോ m. സോ ഈ രീതിയിലാണ് നമ്മുടെ ZJ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? CJ മൈനസ് ZJ ആണ്. CJ മൈനസ് ZJ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് CJ മുകളിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 30 മൈനസ് m. സോ 30 മൈനസ് m. Then 40 minus 40 0 0 minus m minus 40. So 0 minus m minus 40. So എങ്ങനെയാണ് വരുന്നത്? 40 minus m ആയിട്ട് മാറും. ഓക്കെ, 40 minus m. Then 0 minus 0 0 m minus m 0. ഓക്കെ, സോ ഇതാണ് നമ്മുടെ CJ മൈനസ് ZJ കിട്ടിയിട്ടുള്ളത്. ദെൻ നമ്മുടെ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് ആണ് അടുത്തത്. ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് നമുക്കറിയാം നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആണ് വേണ്ടത്, കാരണം നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? മൈനസ് വന്നിട്ടുണ്ട്. 30 മൈനസ് m വന്നിട്ടുണ്ട്, 40 മൈനസ് m വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടെത്തേണ്ടത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ ഏതാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ 30 മൈനസ് m ഉണ്ട്, 40 മൈനസ് m ഉണ്ട്. ഏതാണ് ഹയസ്റ്റ് ആയിട്ട് വരിക? അത് 30 മൈനസ് m ആണ് നമുക്ക് ഹയസ്റ്റ് ആയിട്ട് വരിക അല്ലെ. 30യിൽ നിന്ന് m കുറക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂസ്, മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കീ കോളം എന്ന് പറയുന്നത്. സോ നമ്മുടെ കീ കോളം എന്ന് പറയുന്നത് x1 ആണ് അല്ലെ. x1 ആണ് നമ്മുടെ കീ കോളം എന്ന് പറയുന്നത്, അതായത് ഇൻകമിംഗ് വെക്ടർ ആയിട്ട് മാറുന്നത് x1 ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ കീ റോ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ഇത് ഡിവൈഡ് ചെയ്യാണ് അല്ലെ. സോ 100 ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇൻഫിനിറ്റി ആണ് ലഭിക്കുക അല്ലെ. നമുക്ക് വേണമെങ്കിൽ 0 എന്ന് എഴുതാം, പക്ഷെ അത് ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 200 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 200. ദെൻ 150 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 150. സോ ഇതാണ് നമ്മുടെ റേഷ്യോസ്. ദെൻ അതിൽ മിനിമം റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്?
0, അതായത് ഇൻഫിനിറ്റി 0 വരുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. 200, 150. സോ 150 ആണ് അതിലെ ഏറ്റവും മിനിമം റേഷ്യോ എന്ന് പറയുന്നത്. സോ മിനിമം റേഷ്യോ 150 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ റോ എന്ന് പറയുന്നത് ഈ ഒരു റോയാണ് അല്ലെ. കീ റോ എന്ന് പറയുന്നത് A2 റോ ആണ്, തേർഡ് റോ ആണ്. അതുപോലെ തന്നെ കീ എലമെന്റ് 1 ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോവുകയാണ്, നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക്. സോ ഇവിടെ നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഈ X1 നമ്മൾ എന്ത് ചെയ്യും, A2 പകരമായിട്ട് എഴുതും. സോ A2 നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ടേബിളിൽ നമുക്ക് X1, X2, S1, S2 ഇത്രയാണ് ഇവിടെ ബേസിക് വേരിയബിൾസ് ഉണ്ടാവുക. ഇവിടെ ആണെങ്കിൽ X2 ഉണ്ടായിരിക്കും, S2 ഉണ്ടായിരിക്കും, പിന്നെ X1 ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടേബിളിൽ വരുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പുതിയ വാല്യൂസ് നമ്മൾ കണ്ടെത്തേണ്ടതും ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ടേബിളിൽ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു ടേബിൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതിലെ പുതിയ വാല്യൂസ് കാണുന്ന രീതിയൊന്നും ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്കറിയാം, ആദ്യം നമ്മൾ കീ റോയുടെ പുതിയ വാല്യൂസ് ആണ് കണ്ടെത്തുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് റോയുടെയും പുതിയ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ വാല്യൂസ് മാത്രം ഞാനിവിടെ എടുത്ത് എഴുതുന്നു, കണ്ടെത്തി എഴുതുന്നു, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ കാൽക്കുലേഷൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം കീ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, പുതിയ വാല്യൂ എന്ന് പറയുന്നത് 1/1 ആണ്. ദെൻ 0/1, 1/1, 0/1, 1/1, 150/1 ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള പുതിയ വാല്യൂസ് എന്ന് പറയുന്നത് 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സെയിം ആയിരിക്കും, യാതൊരു ചേഞ്ചും വരില്ല. ഈ രണ്ട് റോയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ടേബിൾ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേബിൾ ആണ്, അതായത് നമ്മുടെ നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിൾ, അതായത് തേർഡ് സിംപ്ലക്സ് ടേബിൾ ആണിത്. തേർഡ് സിംപ്ലക്സ് ടേബിൾ ആണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ZJ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ZJ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ZJ എന്ന് പറയുന്നത് 40 × 0, 0, 0 × 0 + 0, ദെൻ 30 അല്ലെ, 30 ആണ് ഇവിടെ ZJ വരിക. അതേപോലെ തന്നെ 40, ദെൻ ഇവിടെ 40 ആണ് വരിക. 40 × 1, 40, 40 × -1 + 30 × -1. സോ -40 + -30. സോ ഇവിടെ ലഭിക്കുക -10 ആണ്. ദെൻ 40 × 0, 0, 30 × 0, 0, 0 ആണ് ലഭിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് CJ - ZJ കാൽക്കുലേറ്റ് ചെയ്യാം. CJ - ZJ എന്ന് പറയുമ്പോൾ CJ 30, 30 - 30, 0, 40 - 40, 0, 0 - -10, സോ +10, ദെൻ 0 - 0, 0 അല്ലെ. സോ ഇത്രയാണ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒപ്റ്റിമാലിറ്റി ചെക്കിംഗ് ആണ്. നമുക്കറിയാം CJ - ZJ എന്തായിരിക്കണം, എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമുക്കെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുണ്ട്. 0, 0, 10, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുണ്ട്. സോ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ ടേബിളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പിന്നെ മിക്സ്ഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കാണേണ്ടത്. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു.